എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ വൃശ്ചിക രാശിക്കാർക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട 7 പ്രവചനങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നവഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്നും ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഗുണകരമാകുന്നതെന്നും നമുക്ക് നോക്കാം. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വൃശ്ചിക രാശിക്കാരുടെ ആരോഗ്യത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനം എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വയുടെയും ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന വ്യാഴത്തിന്റെയും സ്ഥാനങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ജന്മരാശിയെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ ചൊവ്വ ഇപ്പോൾ വളരെ ശക്തമായ നിലയിലാണ്, അതായത് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുമെങ്കിലും ഫെബ്രുവരി 23 ചൊവ്വ 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് ജീവിത സൗകര്യങ്ങളിലും ശാരീരിക അവസ്ഥകളിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. കൂടാതെ വ്യാഴം 8-ാം ഭാവത്തിലും ശനി 5-ലും കേതു 10-ലും സ്ഥിതി ചെയ്യുന്നു. ജ്യോതിഷത്തിൽ വ്യാഴത്തിന്റെ 8-ാം ഭാവസ്ഥിതി ആരോഗ്യപരമായി മോശം സമയമായിരിക്കും. ശരീരത്തിൽ അനാവശ്യമായി കൊഴുപ്പടിഞ്ഞുകൂടാനും അതുവഴി അമിതവണ്ണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം അത്യാവശ്യമാണ്. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ സമയത്ത് സാധാരണമാണ്. ദഹനക്കുറവ്, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. കരളിന്റെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കുറക്കുന്നത് നന്നായിരിക്കും. പല്ലുകളുമായി ബന്ധപ്പെട്ട വേദനകളോ അല്ലെങ്കിൽ ചർമ്മത്തിൽ ചെറിയ അലർജികളോ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ അവസ്ഥകൾ പെട്ടെന്ന് മാറുന്നതല്ല. 2026 മെയ് മാസം വരെ വ്യാഴം ഇതേ സ്ഥാനത്ത് തുടരുന്നതിനാൽ ഈ വർഷത്തിന്റെ പകുതി വരെ നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെയും വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 5-ാം ഭാവമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ 5-ാം ഭാവത്തിന്റെ അവസ്ഥയും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇനി പറയുന്നു. നിലവിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവമായ 5-ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പഠനകാര്യങ്ങളിൽ മുൻപത്തേക്കാൾ കൂടുതൽ പരിശ്രമവും സമയവും നൽകേണ്ടി വരും. കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്നു കിട്ടാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ചില തടസ്സങ്ങളും കഠിനമായ മത്സരങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലോ പരീക്ഷകളെ കുറിച്ചുള്ള അമിതമായ പേടിയോ ഉത്കണ്ഠയോ നിങ്ങളെ അലട്ടിയേക്കാം. എത്ര ബുദ്ധിമുട്ട് തോന്നിയാലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ മടുപ്പ് കാണിക്കാനോ പാടില്ല. ശനി പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ക്ഷമയെയാണ്. പിന്നെയാകട്ടെ എന്ന മനോഭാവം ഈ സമയത്ത് വലിയ തിരിച്ചടിയുണ്ടാക്കും. ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ കൃത്യസമയത്ത് തന്നെ തീർക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായ പേടി ഒഴിവാക്കി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വൈകിയാണെങ്കിലും വളരെ മികച്ച വിജയം നിങ്ങളെ തേടിയെത്തുമെന്ന് ഗ്രഹനില സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഭാഗ്യത്തെക്കാൾ ഉപരി സ്വന്തം അധ്വാനത്തെ വിശ്വസിക്കേണ്ട കാലമാണിത്. ഈ കഠിനമായ ഘട്ടം പിന്നിട്ടാൽ മികച്ച ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ഒരാളുടെ പ്രണയത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ജാതകത്തിലെ 5-ാം ഭാവമാണ്. വൃശ്ചിക രാശിക്കാരുടെ പ്രണയബന്ധങ്ങളിൽ ഈ കാലയളവിൽ ചില മാറ്റങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗ്രഹനില സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രണയഭാവമായ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പങ്കാളിയുടെ പെരുമാറ്റത്തിൽ ഈ സമയത്ത് അല്പം മാറ്റങ്ങൾ കണ്ടേക്കാം. അവർ മുൻപത്തേക്കാൾ കൂടുതൽ വാശിയുള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലുമുള്ള പിടിവാശി നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. പങ്കാളിയുടെ ചില വാക്കുകളോ പെരുമാറ്റമോ നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ചേക്കാം. നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സ്നേഹം വളരെ ശക്തമായിരിക്കുമെന്നതിൽ സംശയമില്ല. എങ്കിലും പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ അനാവശ്യ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്നേഹക്കൂടുതലുള്ളപ്പോൾ തന്നെ ഇത്തരം പിണക്കങ്ങൾ വരുന്നത് മാനസികമായ വിഷമമുണ്ടാക്കും. ഇത്തരത്തിൽ
ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്വാധീനവും 5-ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴത്തിന്റെ 8-ാം ഭാവത്തിലുള്ള പ്രതികൂല സ്ഥാനവും. പങ്കാളി വാശി കാണിക്കുമ്പോൾ തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വലിയ വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. വികാരങ്ങൾ അടിമപ്പെടാതെ സംയമനത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, പരസ്പര സ്നേഹമുണ്ടെങ്കിലും പക്വതയോടെയും ക്ഷമയോടെയും പെരുമാറേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ സമയത്തെ വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും. ജ്യോതിഷത്തിൽ വിവാഹം, പങ്കാളിത്തം, ദാമ്പത്യം എന്നിവയെ സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 7-ാം ഭാവമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം വിവാഹത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പൊതുവെ നല്ലതായിരിക്കും. പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഗ്രഹമായ ശുക്രനും നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വയും ഇപ്പോൾ 3-ാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. ഈ ഗ്രഹയോഗം ദമ്പതികൾക്കിടയിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാക്കാൻ സഹായിക്കും. ദമ്പതികൾ ഒരുമിച്ച് സുഖകരമായ യാത്രകൾ നടത്താൻ ഈ മാസം വളരെ അനുകൂലമാണ്. അത് തീർത്ഥാടനങ്ങളോ വിനോദയാത്രകളോ ആകാം. ഇത്തരം യാത്രകൾ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. വീട്, സ്ഥലം അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ പങ്കാളിയുമായി ഗൗരവകരമായ ചർച്ചകൾ നടത്തും. ഭാവിയിലേക്കുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കാൻ സാധിക്കുന്ന കാലമാണിത്. എല്ലാം ശുഭകരമാണെങ്കിലും ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ചില ചെറിയ കാര്യങ്ങളെ ചൊല്ലി നിസ്സാര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ പിണക്കങ്ങൾ മാറ്റി നിർത്തിയാൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ദാമ്പത്യ സുഖം നൽകുന്ന സമയമായിരിക്കും. പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. ഫെബ്രുവരി മാസം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ്. ജ്യോതിഷത്തിൽ ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നത് 9-ാം ഭാവമാണ്. ഈ ഭാവത്തിന്റെ അധിപനായ ചന്ദ്രനും തൊഴിലിന്റെ അധിപനായ സൂര്യനും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. കൂടാതെ നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ഫെബ്രുവരിയുടെ ആദ്യവാരം തന്നെ വളരെ അനുയോജ്യമാണ്. നിങ്ങളുടെ 10-ാം ഭാവത്തിൽ, അതായത് തൊഴിൽ ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത്. ഇത് ജോലി സ്ഥലത്ത് ചിലപ്പോൾ ചെറിയ അസംതൃപ്തിയോ ജോലി നഷ്ടപ്പെടുമോ എന്ന തരത്തിലുള്ള അനാവശ്യ പേടിയോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ പേടിക്കേണ്ടതില്ല. ഫെബ്രുവരി 13-ന് ശേഷം സൂര്യന്റെ സ്ഥാനം മാറുന്നതോടെ തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. ജോലിയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ജോലിയില്ലാത്തവർക്കും അല്ലെങ്കിൽ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഫെബ്രുവരി 13-ന് ശേഷം മികച്ച അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ലാഭത്തിന്റെ സമയമാണ്. ബുധനും ശുക്രനും അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ഇനി പറയുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും പുരോഗതി ഉണ്ടാകും. ഹോട്ടൽ, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് എന്നിവ നടത്തുന്നവർ, കമ്പ്യൂട്ടർ, IT സംബന്ധമായ ബിസിനസ്, ഇരുമ്പ്, മെഷീനറികൾ, ഹാർഡ്വെയർ തുടങ്ങിയ ബിസിനസ്, വരുമാനത്തിൽ വർധനവുണ്ടാകാനും പുതിയ കരാറുകൾ ഒപ്പിടാനും ഈ മാസം വഴിതെളിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.